ഹായ്. ഹായ്. ഞാൻ ആൻ. ഞാനാണ് കിച്ചു. എന്നെ കാണണമെന്ന് പറഞ്ഞേ. ആക്ച്വലി ഒരു മിനിറ്റ്. ഇത് തുറന്നു നോക്കൂ. അവന്റെ ഒരു ആത്മഹത്യാ കുറിപ്പ്. സാർ അതെന്റെ അല്ല. നിനക്ക് ജാവം വരെ സ്ഥലം കിട്ടിയില്ല മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. സാർ ഇതൊക്കെ കൂടെ വേറെ വല്ല അവളുമാരും ഉണ്ടോ? അതെന്റെ അല്ല. ഞങ്ങൾ തീരുമാനിച്ചോളാം. ആൻമരിയക്ക് സിനിമയിൽ അഭിനയിക്കണം. അതിനുവേണ്ടി അവളുടെ കുറെ ഫോട്ടോസാ ഗിഫ്റ്റ് പോലെ എനിക്ക് തന്നത്. അവൾക്ക് ഇത്ര ബുദ്ധിയില്ലാണ്ടായി പോയാ? എത്ര വർഷം കടകാലിയിലിട്ടാണ് നിനക്കൊരു ചാൻസ് കിട്ടിയത്? നിന്നോടാണ് അവള് ചാൻസ് ചോദിക്കണേ. എടാ, പ്രകാശ് സിറ്റിയിലെ ഭാവന സ്റ്റുഡിയോ എന്നാണ് അവൾ ഈ പോർട്ട്ഫോളിയോ ചെയ്തത്. ഏതാ മഹേഷേട്ടൻ്റെ? ആ, അവിടെ ഞാനും പ്രിയർച്ച സാറിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലോ. അത് കണ്ടപ്പോ ഏത്? നമ്മൾ ഷൂട്ടിംഗ് കാണാൻ പോയപ്പോ നിന്റെ കഴുത്തെ പിടിച്ചിട്ട് നീ കരഞ്ഞ് കാലി പിടിച്ചെടുത്ത ഫോട്ടോ അല്ലേ? അത് കണ്ടപ്പോൾ അവൾ ഓർത്തുണ്ടാവും ഞാനും പ്രിയൻ സാറായിട്ട് നല്ല ടേംസിലാന്ന്. പിന്നെ ആ മഹേഷനും എന്തെങ്കിലുമൊക്കെ വെച്ച് കീച്ചിണ്ടാവും. എടാ, എന്നാലും എന്റെ കണക്കൂട്ടലുകൾ കംപ്ലീറ്റ് ആയിട്ട് പോയല്ല. അതിനാ ഞാൻ വിചാരിച്ചത് നിന്നോട് പണ്ട് ഇഷ്ടമില്ലെന്ന് പറഞ്ഞ പെങ്കൊച്ചില്ലേ, അവള് തിരിച്ചു വന്നാ. ഓ, ട്വിസ്റ്റ്. നീ എല്ലാ സിനിമകളും പോയി കാണാറുണ്ടല്ലേ? ഏറെക്കുറെ. നീ കളിക്കാൻ വരുന്നില്ലേ? ഇല്ലടാ, പോയി കളിച്ചോ. സഹോ, ഇതൊരു അവസരമാണ്. അവളിപ്പം നിന്നെ തേടി ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് സംഗതികൾ പോയില്ലേ. ഇനി നിനക്ക് പ്രിയദർശനം അറിയാമെന്നും അവളുടെ കാര്യം പറയാമെന്നും പറഞ്ഞ് താളിച്ചങ്ങനെ നിർത്തിയാൽ മതി. പിന്നെ നിങ്ങൾ പ്രേമമായി കഴിയുമ്പോൾ സത്യാവസ്ഥ പറഞ്ഞാലും കുഴപ്പമില്ലോ. പിന്നെ ഇതൊക്കെ വിശ്വസിക്കാൻ അവള് മന്ദബുദ്ധിയല്ലേ? ഒന്ന് പോയടാ. എന്നാ ഞാനൊരു പ്രപഞ്ച സത്യം പറയട്ടെ. ഒരുപാട് സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾക്കൊന്നും ബുദ്ധി ഉണ്ടാവില്ല. അഥവാ ബുദ്ധി സൗന്ദര്യം ഒന്നിച്ചു വന്നാൽ അത് പെണ്ണുമായിരിക്കില്ല. എടാ ബുദ്ധിമാനം, നീ ഒരു മഹാനാട്ടോ. ഏറെക്കുറെ. ഇതെങ്ങോട്ട് പോണത്? ഇവന്മാരിനെ തല്ലോ. ഏറെക്കുറെ മഹാൻ ചെല്ല. ബോളെടുത്ത് കൊടുക്ക. ഹായ്. ഹായ്. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അത് ഞാൻ ഈ പ്രിയർച്ചൻ സാറിനോട് ഞാൻ വിളിച്ചായിരുന്നു. അപ്പോൾ പുള്ളി ഈ ഹിന്ദി പടത്തിലേ അല്ല മലയാളം പടത്തില് ഇങ്ങനെ പുതുമുഖങ്ങളെയൊക്കെ വെച്ചിട്ട് ഞാൻ ലാൽജോ സാറിനോട് ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഈ ആക്ച്വലി എന്താ പ്രോബ്ലം? ഹലോ, വാട്ട് ഹാപ്പൻഡ്? സോറി, എനിക്ക് അവരൊന്നും പരിചയമില്ല. ഷൂട്ടിങ് കാണാൻ പോയപ്പോൾ കൂടെ നിർത്ത ഫോട്ടോയാ കൊച്ചെന്ന് അവിടെ കണ്ടത്. അത് സാരല്ല, എന്നോടത് പറഞ്ഞാൽ മതിയായിരുന്നു. ഹേ, കൊച്ചിനോടൊന്നും മിണ്ടാനും പരിചയപ്പെടാനൊക്കെ ഇവിടെ കവലയിൽ ചെക്കന്മാർ ക്യൂ നിൽക്കാണ്. അപ്പോഴാ കൊച്ചൻ എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മടക്കി അയക്കാൻ തോന്നിയില്ല. പിന്നെ അത് ദാസപ്പനാ പറഞ്ഞേ ഇങ്ങനെ ഒന്ന് നുണയൊക്കെ പറയാൻ. ദാസപ്പനെ ഇപ്പോൾ വിളിക്കും ലാൽ ജോസാന്ന് പറഞ്ഞിട്ട്. കണ്ട, ഞാൻ ലാൽ ജോസാണ് ഡയറക്ടർ. കിച്ചൊരു കുട്ടീനെ അഭിനയിപ്പിക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? സംഭവം പൊളിഞ്ഞായിരുന്നു. നീ വെച്ചേരെ. എന്താന്ന്? പൊളിഞ്ഞു നീ വെച്ചേ. പൊളിഞ്ഞ കറക്റ്റ് ടോണായിരുന്നല്ലോ. പാവം
ചമ്മിപ്പോയി. അല്ല ഇതെന്താ ഈ റിംഗ് ടോൺ? ശ്വാസകോശോ? തിയേറ്ററിൽ കണ്ടിട്ടില്ലേ? ഇത് കഴിഞ്ഞ് ഓട്ടന്റെ സിനിമയാ. ആ ഒരർത്ഥത്തില് കൊള്ളാം. ആ എനിക്ക് തന്നെ വല്ലപ്പോഴൊക്കെയാണ് ഒരു ചെറിയ റോള് കിട്ടണത്. അത് ഈ കള്ളനായിട്ടൊക്കെ ആയിരിക്കും. ജനിച്ചപ്പോൾ തുടങ്ങി അഭിനയിക്കാൻ നടന്നിട്ട് ഇപ്പോഴാണ് ഒരു നല്ല റോള് കിട്ടിയേക്കണത്. അതൊന്ന് നന്നായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയാം. ഓക്കെ, താങ്ക് യു. അതെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളെന്നാ കല്യാണത്തിന് വെച്ച് കണ്ടില്ലേ? അതെന്നെ വിളിക്കാതെ വന്നല്ലോ കേട്ടോ. ദാസപ്പൻ വിളിച്ചിട്ടാ ഞാൻ വന്നത്. പക്ഷെ ദാസപ്പൻ അവര് കല്യാണം വിളിച്ചിട്ടുണ്ടായില്ല. അതെ, ഇങ്ങനെ ചിരിച്ചിട്ട് തന്നെ ആ ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് പോയാലോ? അതെന്തിനാ? അവിടെ കുറെ പൂവാലന്തിണ്ടികളുണ്ട്. അപ്പൊ എനിക്കൊരു വൈറ്റിന് മോളെ, ബർത്ത്ഡേ പായസം കീടിക്ക് തിമിർത്ത് കലക്കി. താങ്ക് യു. ആ ഇവൾക്ക് നല്ല കൈപ്പുണ്യാ. കൈപുണ്യത്തിന്റെ കാര്യത്തില് ഇവളുടെ അമ്മ എന്റെ സുരേ, അവൾ ചില എണ്ടക്കല ഉണ്ടാക്കും. വായിലൊക്കെ കൊള്ളൂല. എന്താ എന്താ നീ പറഞ്ഞത്? അടുത്ത പിറന്നാളിന് നമുക്ക് അനിയെ കെട്ടിച്ചു വിടണമെന്നല്ലേ പറഞ്ഞത്? എന്റെ ഭാര്യയുടെ ബെദർമൂ വാർത്ത നിനക്ക് മനസ്സിലായി? ടി വി കണ്ടിട്ടുണ്ട്. അല്ല, ടി വിയിൽ പലതും കാണും. അത് വന്ന് ഇവിടെ കണക്കരുത്. എന്റെ സുരേ, ഇവളുടെ മനസ്സിൽ ഇപ്പൊ എന്താണെന്ന് അറിയാമോ? ഇവളുടെ ആങ്ങളുടെ മോനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കാന്നുള്ളതാ. ഏതാ തുണിക്കടയിൽ ജോലിക്ക് നിൽക്കുന്നവനാ? അവനല്ലേ കുറച്ചു കാലം ജയിലിൽ കിടന്നത്. ഓ, അതിലൊന്നും വലിയ കാര്യമില്ല. ഗാന്ധിജി വരെ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതെ, ഗാന്ധിജി ജയിലിൽ കിടന്നതേ ബ്രിട്ടീഷുകാരുടെ ബാത്റൂമിൽ ഒളിക്യാമറ വെച്ചേനല്ല. അപ്പൊ ചന്ദ്രനും കിടന്നിട്ടുണ്ടല്ലോ ജയിലില്. അതാ പറഞ്ഞത്, ഒരു വീട്ടില് 2 ജയിൽ പുള്ളികൾ വേണ്ട. അതെ, ഇന്നൊരു സംഭവം ഉണ്ടായി. കിച്ചുവിന്റെ മുറിയിൽ അവന്റെ ജീവിത ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. സിനിമയുടെ കാര്യം മറ്റാണോ? ആ, ഒന്നത് തന്നെ. ഏതെങ്കിലും ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കണം. അതിപ്പോ ഉടനെ നടക്കുമല്ലോ. അടുത്ത മാസം ഷൂട്ടിംഗ് തുടങ്ങിയല്ലേ. എപ്പാന്ന്? എടാ, അതിന് അഡ്വാൻസ് കിട്ടിയ കാശ് കൊണ്ട് മേടിച്ചു തന്ന സാധനം അല്ലടാ നാറി നീ ഇന്നലെ കുടിച്ചത്. അതല്ലേ? അടുത്ത എന്താണ്? പിന്നെ സുന്ദരിയായ ഒരു പെണ്ണിനെ പ്രേമിച്ച് കല്യാണം കഴിക്കണം. അത് ഈ സിനിമയിലൊക്കെ നായകനായി കഴിഞ്ഞാൽ പിന്നെ സുന്ദരിമാരെയൊക്കെ ഇഷ്ടം പോലെ കിട്ടത്തില്ലയോ? ഇല്ലയോ മോളെ? അവന്റെ അടുത്ത ജീവിത ലക്ഷ്യം വായിച്ചപ്പോ ശരിക്കും എന്റെ കണ്ണ് നിറഞ്ഞതാ. അച്ഛനെ പണിക്കൊന്നും വിടാതെ വീട്ടിലിരുത്തണമെന്ന്. അതിപ്പോ തന്റെ കൈയും കാലും തല്ലി പിടിച്ചിട്ടായാലും വീടിന്റെ അതിന് മൂലക്ക് ഇരുത്തല്ല. അവൻ സ്നേഹമുള്ളവനാ. എന്നാ പിന്നെ ഞാൻ അങ്ങ് ഇറങ്ങുവാ. ആയിക്കോട്ടെ. ആ അതെ, നാളെ ചെലവ് എന്റെ വകയാ. എന്റെ ഈ ശശി എന്നുള്ള പേരുണ്ടല്ലോ, അത് ഗസറ്റി കൊടുത്ത് അങ്ങ് മാറ്റി. അത് ശരിയാ, അതിന്റെ പേപ്പറെല്ലാം അടുത്ത ആഴ്ച എനിക്ക് ഇങ്ങ് കിട്ടുവേ. അത് കിടിക്ക് തിമിർത്ത് കലക്കി. ശശിയുടെ പുതിയ പേരെന്താ ശശി? സോമൻ. എങ്ങനെ? സോമൻ. ഇപ്പോഴാണ് നീ ശരിക്കും ശശിയായത്. ചുരുക്കം പറഞ്ഞ സോമൻ ഊളയായി. അപ്പൊ ഇതിനി മാറ്റേണ്ടി വരൂ.